ചേട്ടാ, എറണാകുളം മണ്ഡലം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം മണ്ഡലം. അതിൽ തന്നെ തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര 3 മണ്ഡലങ്ങൾ. അതിൽ 2 മണ്ഡലങ്ങൾ സ്റ്റാർ മണ്ഡലങ്ങളാണ്. തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും സ്റ്റാർ മണ്ഡലങ്ങളാണ്. സെലിബ്രിറ്റികളാണ് അവിടെ മത്സരിക്കുന്ന 2 പേര്. അപ്പം നമുക്ക് ആദ്യം തൃപ്പൂണിത്തുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF വേണ്ടി ദീപക് ജോയിയും LDF വേണ്ടി KN ഉണ്ണികൃഷ്ണനും NDAക്ക് വേണ്ടി അഞ്ജലി നായർ, അത് 2020 ബാഡ്ജിലാണ് അഞ്ജലി നായർ നിൽക്കുന്നത്. ഇനി എറണാകുളത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ UDF TJ വിനോദ്, LDF വേണ്ടി സാബു ജോർജ്, അതുപോലെ തന്നെ NDAക്ക് വേണ്ടി PR ശിവശങ്കർ എന്നിവർ മത്സരിക്കുമ്പോൾ തൃക്കാക്കരയിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള ഉമാ തോമസ് മത്സരരംഗത്തുണ്ട്. അതുപോലെ തന്നെ UDF വേണ്ടി, അതുപോലെ തന്നെ LDF വേണ്ടി അഡ്വക്കേറ്റ് പുഷ്പദാസ്, പുതുമുഖമാണെന്ന് തോന്നുന്നു. NDAക്ക് വേണ്ടി സെലിബ്രിറ്റി ആയിട്ടുള്ള അഖിൽ മാരാർ എന്നിവരാണ് അവിടെ മാറ്റിവരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായി തൃപ്പൂണിത്തുറയിലേക്ക് വരാം. അതെ, തൃപ്പൂണിത്തുറയില് നമുക്ക് പഴയ ഒരു ചരിത്രം നോക്കുമ്പോൾ തൃപ്പൂണിത്തുറയിലെ ഇപ്പൊ 2021 കെ ബാബു എന്ന കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ മുഖം, ഇദ്ദേഹമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 2021 അദ്ദേഹത്തിന് 42.4% പിന്നെ വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. 65,875 വോട്ടാണ് ആകെ അദ്ദേഹത്തിന് കിട്ടിയത്. അവിടെ M സ്വരാജിന് 41.8%, വളരെ കുറഞ്ഞ ലീഡിലാണ് അദ്ദേഹം ജയിച്ചത്. കെ ബാബു ജയിച്ചത് ലീഡ് കുറവാണ്. ജയിച്ച ലീഡ് കുറവാണ്. അവിടെ NDA സ്ഥാനാർത്ഥി രാധാകൃഷ്ണനും വെറും 15.3%. അന്ന് NDA BJP അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഇവിടെ ഇത്തവണ താങ്കൾ തന്നെ അവിടെ പോയതാണ്, താങ്കൾ തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ പ്രചരണം താങ്കൾ കണ്ടതാണ്, ദീപക് ജോയിയുടേത് കണ്ടതാണ്. അഞ്ജലി, എന്ത് തോന്നുന്നു മണ്ഡലത്തിൽ പോയത്? ചേട്ടാ, ത്രികോണ മത്സരമാണ് നമ്മളവിടെ പ്രതീക്ഷിച്ചു പോയതെങ്കിലും ത്രികോണം നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിട്ടുള്ള ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രനും വന്ന് കയറിയിട്ടുണ്ട്. അത് ചിത്രത്തിലില്ലെങ്കിൽ പോലും ആ രംഗത്ത് ഒരു സ്വതന്ത്രനുണ്ട്. അത് KN ഉണ്ണികൃഷ്ണന്റെ പേരിൽ തന്നെയാണുള്ളത്. അതിനെക്കുറിച്ചുള്ള കുറെ ആരോപണങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്ത് വിട്ടതാണ്. പക്ഷേ നമുക്ക് NDAയിലേക്ക് വരാം. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു സ്റ്റാർ മണ്ഡലമാണ്. അഞ്ജലി നായർ എന്ന് പറയുന്ന അഭിനേത്രി 2020 വേണ്ടി NDA മുന്നണിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ BJPക്ക് ഒരു ചെറിയ വിയോജിപ്പ് അതിനോട് മുന്നണിയിലുണ്ട് എന്നാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാകുമ്പോൾ ഒരു പക്ഷേ വോട്ട് മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരിക്കെ തന്നെ ഈ വോട്ടുകൾ സ്വാഭാവികമായും പോകുവാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന UDFിലേക്കാണെന്ന് ഞാൻ പറയുന്നു. അത് ചേട്ടൻ അത്രയും ഒരു രാഷ്ട്രീയ നിരീക്ഷണം എനിക്കില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സ് പറയുന്നതും എൻ്റെ കാഴ്ചപ്പാട് പറയുന്നതും അല്ല, അവിടെ അവിടെ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട് പോയതല്ലേ പ്രശാന്ത്? അതെ ചേട്ടാ, ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ, അതിൽ തന്നെ നായർ സമുദായത്തിന് വളരെയധികം ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അറിയാലോ, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശന്റെ മണ്ണാണ്. അതുപോലെ തന്നെ ചോറ്റാനിക്കര തൊട്ടടുത്താണ്. അതുപോലെ തന്നെ രാജനഗരിയാണ്. അതുകൊണ്ട് തന്നെ വീരരക്തം ഒഴുകുന്ന ആ മണ്ണിൽ ഹിന്ദുക്കൾക്ക് വോട്ട് കൂടുതലാണെന്നിരിക്കെ ഈ വോട്ടുകൾ മറിയുകയാണെങ്കിൽ തന്നെ ഇത് UDFിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞാലും അതിനുള്ള സാധ്യത ഇവിടെ തുലവും കുറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റാർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ ആണ് അവിടെ ഉള്ളത്. ഈ പറയുന്ന KN ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള വൈപ്പിൻ സിറ്റിംഗ് MLA ആയിട്ടുള്ള KN മണ്ഡലം മാറിയെങ്കിലും അദ്ദേഹം താരമാണ്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം 5000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അവിടെ കയ്യടി മേടിച്ച് ജനസമ്മതനായ ഒരു നേതാവ് തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ വെറുതെ വന്നതല്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞു തരാം. ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന് പരിചിതനല്ലാത്ത ദീപക് ജോയിയും തൃപ്പൂണിത്തുറ മണ്ഡലത്തിന് ബിഗ് സ്ക്രീനിലൂടെ മാത്രം പരിചിതമായിട്ടുള്ള അഞ്ജലി നായർ നിൽക്കുമ്പോൾ തൃപ്പൂണിത്തുറയിൽ വേരുകളുള്ള ഈ പറയുന്ന ഈ NSSന്റെ ഈ കരയോഗത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള തൃപ്പൂണിത്തുറയിൽ കുടുംബ വേരുകളുള്ള തൃപ്പൂണിത്തുറയുടെ സ്വന്തമെന്ന് തന്നെ പറയാവുന്ന അദ്ദേഹം വൈപ്പിനിലേക്ക് പോയെങ്കിൽ പോലും തൃപ്പൂണിത്തുറക്കാർക്ക് പരിചിതനായ തൃപ്പൂണിത്തുറയുടെ സ്വന്തം അവരുടെ അവർക്ക് ഉണ്ണിയേട്ടനാണ് KN ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണിയേട്ട എന്നുള്ള വിളിയിലെ ആ ഒരു സ്നേഹം, അവർക്ക് ആ ഒരു സ്നേഹവും, അതുപോലെ തന്നെ ഈ M സ്വരാജ് നടത്തി വെച്ച അല്ലെങ്കിൽ M സ്വരാജ് തുടക്കമിട്ട വികസനങ്ങൾ പലതും തന്നെ പകുതി വഴിക്ക് മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു ആരോപണവും തൃപ്പൂണിത്തുറ മണ്ണിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്ന സാഹചര്യത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിക്കാതെ ഈ കെ ബാബു പിന്നിലേക്ക് മാറിയതും ഒക്കെ തന്നെ ഇത്തവണ UDFന് ഒരു ചെറുതല്ലാത്ത രീതിയിൽ തൃപ്പൂണിത്തുറയിൽ
നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ പൂർണ്ണമായും KN ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഉണ്ണിയേട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയേട്ടൻ, അങ്ങനെ തന്നെ പറയാം, നമ്മുടെ ഉണ്ണിയേട്ടൻ എന്ന് ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന സ്വീകരണങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫാനാക്കി എന്നെ മാറ്റി കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. നിറഞ്ഞ ചിരിയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൈകൾ വീശി വരുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ചിത്രം, ഒരു രാജകീയമാണ് ആ വരവ്. അത് ജനഹൃദയങ്ങളിലേക്കാണ് അദ്ദേഹം നടന്ന് കയറുന്നത് KN ഉണ്ണികൃഷ്ണൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. അപ്പൊ ഇതില് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ബാബു മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാബുവിന് പകരം അദ്ദേഹം തന്നെ, കെ ബാബു അവരുടെ നേതൃത്വത്തെ അറിയിക്കുന്നു തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേരാണ് ദീപക് ജോയി. ഇപ്പൊ ദീപക് ജോയിയും ഉണ്ണികൃഷ്ണൻ തമ്മിൽ മത്സരിച്ചതിന്റെ ഒരു ചരിത്രവും കൂടെ. അതെ, അവിടെയും KN ഉണ്ണികൃഷ്ണനാണ് ജയിച്ചത്. അത് വൈപ്പിനിൽ തന്നെയാണ്. അത് വൈപ്പിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് അദ്ദേഹം വരുന്നത്. 5000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തുരങ്കപാത വൈപ്പിൽ കൊണ്ടുവരണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഒരു കരടുരേഖ വെക്കുകയും അതിന് എങ്ങനെ നടത്തുമെന്നതിന് ഒരു രൂപരേഖ അടക്കം തയ്യാറാക്കി കൊടുത്തിട്ട് അത് ചെയ്യാനായി റെഡിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ വൈപ്പിൽ നിന്നും നേരെ ഈ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ അത് ഒന്നും കാണാതെ ചേട്ടാ, LDF പോലത്തെ ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് UDFന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന തൃപ്പൂണിത്തുറ എന്നുള്ളത് ചേട്ടൻ അറിയാം. കഴിഞ്ഞ തവണ വരേക്കും ഈ പറയുന്ന NDA BJP സഖ്യം അവർക്ക് അവിടെ വോട്ട് ഇല്ലാതിരുന്ന, അവർക്ക് അവിടെ വോട്ട് ബാങ്കിങ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചേട്ടന് തന്നെ അറിയാം. കാരണം ഭൂരിപക്ഷത്തിന്റെ ചെതറി കിടന്നിട്ടുള്ള വോട്ടുകളെ ഈ പറയുന്ന സമന്വയിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിനകത്തുള്ള അവർക്കുള്ള ഒരു പരാജയമാണ് ഇത് കാരണമായിട്ടിരുന്നത് എന്നിരിക്കെ, എന്ത് കാരണത്താലാണ് ഈ BJPക്ക് അവിടെ ഒരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം സ്വന്തം മുന്നണി ജയിക്കില്ല എന്നുള്ള ഉറപ്പിൽ വോട്ട് കൊടുക്കണ്ട, സ്വന്തം മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന ഉറപ്പിൽ വോട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വോട്ട് മാറ്റി കുത്തുന്നതായിരുന്നു മുൻപ് വരേക്കും നടന്നിരുന്നത്, ഭൂരിപക്ഷത്തിന്റെ സമയത്ത് നടന്നിരുന്നത്. അവർക്ക് ഉണ്ടായിരുന്ന ഒരു വിമുഖത മാറി ഇപ്പോൾ അവരുടെ വോട്ടുകളെ സമന്വയിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിനകത്ത് ഈ പറയുന്ന NDA വലിയ രീതിയിലുള്ള ഒരു വിജയം കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു BJP സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുകയായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വോട്ട് ബാങ്ക് ആയി മാറുമെന്നിരിക്കെ 2020 പോലെ ഒരു പ്രസ്ഥാനത്തിനോട് അത് അവരുടെ മുന്നണിയിൽ പുതുതായിട്ട് വന്നതാണ്. എറണാകുളത്തെ എന്ത് മാറ്റമാണ് വരുത്താൻ പോകണമെന്നുള്ളത് ഇപ്പൊ അഞ്ജലി നായർ ഇവിടെ നിൽക്കുന്നുണ്ട്. വേറെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 നേരിട്ട കനത്ത തിരിച്ചടി. കഴിഞ്ഞ 2025 ഇവിടെ തൃപ്പൂണിത്തുറയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ NDAക്ക് 21 സീറ്റുണ്ട്, LDFന് 20 ഉണ്ട്, UDFന് 12 ഉണ്ട്. അത് അങ്ങനെ മോശമല്ല. അവിടെ BJP സ്ട്രോങ് ആണ്. അവിടെ അത്രയും സ്ട്രോങ് ആയ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ എന്തുകൊണ്ട് 2020 നിർത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ BJPക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ തൊട്ട് തന്നെ 2020യോട് ഒരു അകൽച്ചയുണ്ട്. അല്ല, അത് ഒരു മുന്നണിയിലേക്ക് ഇപ്പൊ കൂടിച്ചേരുന്നു. ഇപ്പൊ തന്നെ ചേട്ടാ, നമുക്ക് ഈ ഒരു വിഷയത്തിലല്ലെങ്കിൽ പോലും നമുക്ക് പാലായുടെ മണ്ണിലേക്ക് ചുമ്മാ ഒന്ന് പാളി നോക്കിയാൽ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. കേരള കോൺഗ്രസിനോട് LDFന് ആ ആദ്യ കാലങ്ങളിലൊരു അകൽച്ച ഉണ്ടായിരുന്നു, ഒരു നല്ല അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മുന്നണിയിലേക്ക്, LDF മുന്നണിയിലേക്ക് ഈ പറയുന്ന കേരള കോൺഗ്രസ് വന്ന് ചേർന്നെങ്കിൽ പോലും ഇപ്പോഴും LDFന്റെ വലിയൊരു വോട്ട് മറിഞ്ഞു പോകുന്നുണ്ട്. ഒന്നെങ്കിൽ വോട്ട് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൽ മാറുകയും. ഏതായാലും നമ്മളെ പാലയിലേക്ക് പോകണ്ട, ഞാൻ പറഞ്ഞത് തിരികെ തൃപ്പൂണിത്തുറയിലേക്ക് തന്നെ വരാം. അപ്പോൾ ദീപക് ജോയിയുടെ സാധ്യത, ദീപക് ജോയിയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ദീപക് ജോയിയെ ചേട്ടാ, ഞാൻ അവിടെ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഈ ഈ പറയുന്ന ഈ സ്ഥാനാർത്ഥികളുടെ പ്രകടന രംഗത്ത് പബ്ലിക് ഒപ്പീനിയനായും ജനാഭിപ്രായം തേടി ഞാൻ പോയൊരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചിത്രമാണ് ഞാനിവിടെ പറയുന്നത്. പൂർണ്ണമായും തന്നെ അവിടെ KN ഉണ്ണികൃഷ്ണന് വലിയ സാധ്യതയാണ്, ഒരു സപ്പോർട്ട് സാധാരണക്കാർക്കിടയിലാണ്. എന്റെ ഒരു സംശയം, അപ്പൊ ദീപക് ജോയി സ്ഥാനാർത്ഥിയാണ്, അവിടെ ന്യൂനപക്ഷ സമൂഹം ഇല്ലേ? ന്യൂനപക്ഷം ക്രിസ്ത്യൻ, ഒരു ക്രൈസ്തവ വോട്ട് ബാങ്ക് അവിടെ ഇല്ലേ? കോൺഗ്രസിന് ഇപ്പൊ ബാബു ജയിച്ചൊരു സ്ഥലമാണ്. അപ്പൊ കോൺഗ്രസിന് ഒരു സാധ്യതയും ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്? ചേട്ടാ, ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് സാധ്യത ഉണ്ടായിരുന്നത് ഈ പറയുന്ന കെ ബാബു കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഒരു വികസനം. സ്വരാജ് വളരെ നല്ല ഇടിച്ചിടിച്ചാണ്. സ്വരാജ് ഇടിച്ചിടിച്ച് വന്നതിനകത്ത് സ്വരാജിനെ തോൽപ്പിച്ചതിനകത്ത് തൃപ്പൂണിത്തുറ മാപ്പ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അന്ന് നിറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ മാപ്പ് പറഞ്ഞിരുന്നു. പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരും. എന്തുകൊണ്ട് ദീപക് ജോയിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ദീപക് ജോയ് എന്ന് പറയുന്ന അവിടെ പരിചിതനല്ല. കെ ബാബു ദാനം കൊടുത്ത സീറ്റിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് മാത്രമേ അവിടുത്തുകാർക്കുള്ളൂ. കെ ബാബുവിനോട് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ്, ഒരു വിയോജിപ്പ് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളുടെ ഇടയിൽ ശക്തമായി പടർന്നു. ബാബു തന്നെ മത്സരിക്കണമായിരുന്നു എന്നാണോ പറയുന്നത്? ബാബു മത്സരിച്ചെങ്കിൽ പോലും KN ഉണ്ണികൃഷ്ണൻ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സ്വരാജുമായി ഈ പറയുന്ന 2021 2021
2021 മുമ്പുള്ള ഇലക്ഷനിൽ ഈ പറഞ്ഞ സ്വരാജുമായി മത്സരിച്ചപ്പോൾ നേരിട്ട തിരിച്ചടി ഒരു പക്ഷേ കെ ബാബുവിന് ഇത്തവണ ശക്തമായി നേരിടേണ്ടി വന്നേനെ എന്നുള്ളത് സ്വരാജ് ജയിച്ച് അവിടെ MLA ആയി നിന്ന് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും സ്വരാജിനെ തോൽപ്പിച്ചു. അന്ന് എങ്ങനെയാണ് സ്വരാജ് തോറ്റെന്നുള്ള ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ നമുക്കറിയാം. വളരെ കുറച്ച് ശതമാനത്തിന് ആ ശതമാനം എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഞാൻ മുൻപ് പറഞ്ഞ ഒരു വോട്ട് തന്റെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ആ വോട്ട് മറ്റൊരിടത്തേക്കെങ്കിലും കൊടുക്കാമെന്നുള്ള ചിന്തയിൽ നിന്ന് പോയിട്ടുള്ള വോട്ടുകളിലാണ് ഈ ബാബു കയറിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കുവാനുള്ള തെളിവുകൾ ഇവിടെ നിരത്തേണ്ടി വരും. അപ്പൊ ഏതായാലും ദീപക് ജോയി എത്ര കണ്ട് സാധ്യതയുണ്ട്, ഉണ്ണികൃഷ്ണൻ എത്ര കണ്ട് സാധ്യതയുണ്ട്, അഞ്ജലി നായർ ഇത്തവണ ഈ പറയുന്ന 2020 തന്റെ വോട്ടുകളെ ചേർത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ NDA തങ്ങളുടെ വോട്ടുകളെ പൂർണ്ണമായും ചേർത്ത് പിടിച്ചാൽ NDAയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും അല്ലെങ്കിൽ NDAയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും ഈ പറയുന്ന UDFന്റെ സ്ഥിരമായിട്ടുള്ള വോട്ടുകളിലേക്ക് മാത്രം UDF ഒതുങ്ങുകയും പക്ഷേ ഈ പറയുന്ന KN ഉണ്ണികൃഷ്ണന് അവിടെ നടത്തിയിട്ടുള്ള ഈ പറയുന്ന ഒരു എന്താ പറയുന്ന ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അങ്ങനെ തന്നെ പറയാം, പച്ച മലയാളത്തിൽ പറഞ്ഞ വ്യക്തിപ്രഭാവം. ആ വ്യക്തിപ്രഭാവം KN ഉണ്ണികൃഷ്ണന് വോട്ടുകളായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ദീപക് ജോയിക്കും ഈ പറയുന്ന അഞ്ജലി നായർക്കും ഇത്തവണത്തെ മത്സരം അത്ര സുഖമുള്ളൊരു മത്സരമല്ല എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി പറയും. സാധ്യത 100% KN ഉണ്ണികൃഷ്ണനാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിചിതനാണ്, വികസന നായകനാണ്, വികസനങ്ങൾ നടത്തി ഏകദേശം 5000 കോടിയുടെ വികസനങ്ങൾ നടത്തി ഈ പറയുന്ന വൈപ്പിന്റെ മുഖച്ഛായ മാറ്റിയിട്ടാണ് തൃപ്പൂണിത്തുറയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ ചവിട്ടി നടന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും KN ഉണ്ണികൃഷ്ണന് സാധ്യതകൾ ഏറെയാണ്. അത് വെറും സാധ്യതയല്ല, 100% സാധ്യതയുണ്ട്. KN ഉണ്ണികൃഷ്ണൻ ജയിക്കട്ടെ, മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രത്യാശിക്കാം.